നമസ്തേ. ബൗദ്ധിക ശേഷി എങ്ങനെ വർദ്ധിപ്പിക്കാം? നമ്മുടെ ഈ ഒരു കോൺഷ്യസ്നസ്, ബോധമണ്ഡലം, അല്ലെങ്കിൽ ഈ ഒരു ബ്രെയിനിന്റെ കപ്പാസിറ്റി നമ്മുടെ ഒരുപാട് കാര്യങ്ങളെ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ ഹാർഡ്വെയർ ഇവിടെ തന്നു വിട്ടിട്ടുണ്ട്. അപ്പം ഇതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ താൻ പാതി ദൈവം പാതി എന്നുള്ള കാര്യം നിറവേറുകയുള്ളൂ. നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിൽ ഞാനൊന്ന് റഫായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്. ആളുകളെ ഇങ്ങനെയൊന്നും അല്ല ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഒരുപാട് തരം, ഒരുപാട് ടൈപ്സ്, ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽ ഈസ് യുണീക്ക് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. എന്നിരുന്നാലും രണ്ട് രീതിയിലുള്ള ആൾക്കാരുണ്ട്. ചിലര് സയന്റിഫിക് ആയിട്ടുള്ള സബ്ജക്ട്സ് ലൈക്ക് കെമിസ്ട്രി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, അത്തരത്തിലുള്ള ലോജിക്കൽ സബ്ജക്ട്സിൽ വളരെ എക്സ്പേർട്ട് ആയിരിക്കും. പ്രോഗ്രാമിങ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ഒരു നല്ല രീതിയിൽ അവർക്ക് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അത്ര ആൾക്കാർ. ചിലർ കെമിസ്ട്രിയിലും ബയോളജിയിലും ഫിസിക്സിലും മാത്സിലും ഒക്കെ ഭയങ്കര അഗ്രഗണ്യരായിരിക്കും. പക്ഷെ അവർക്ക് ലാംഗ്വേജ് ചിലപ്പോൾ അത്ര അങ്ങ് പോരായിരിക്കും. മാർക്ക് മേടിക്കും, പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് കവിതകളും കഥകളും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് അടുത്ത കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ കൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള, ഫ്രീ സ്പിരിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ഇൻവോൾവ് ആകുന്നത്. പണ്ടൊക്കെ ഉള്ള ചില തിയറീസിൽ ലെഫ്റ്റ് ബ്രെയിൻ ഓറിയന്റഡ്, റൈറ്റ് ബ്രെയിൻ ഓറിയന്റഡ് എന്നൊക്കെ പല രീതിയിൽ തിരിച്ചിട്ടുണ്ട്. അതിനൊക്കെ ക്രിറ്റിസിസം ഉണ്ട്. എന്നിരുന്നാലും സത്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് രീതിയിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പം ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയുടെ പ്രത്യേകത എന്താണ്? അവർ ലാംഗ്വേജ് ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നവര്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവര്, നല്ല പ്രാസംഗികര്, അതുപോലെ തന്നെ നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന ആളുകൾ, കവിതയായാലും കഥയായാലും പിന്നെ ചിത്രം വരയ്ക്കാനുള്ള കഴിവുകൾ. ഇത് രണ്ട് രീതിയിലും ആളുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണാറുണ്ട് കേട്ടോ. ഞാനിതൊരു റഫായിട്ടുള്ള ഒരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളല്ല പ്രശ്നം, ഇതൊന്നുമല്ല. ഏത് രീതിയിലുള്ളതാണെങ്കിലും നമ്മളെ ബ്രെയിനിനെ എങ്ങനെയാണ് എൻഹാൻസ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതിലേക്കുള്ള ഒരു ആമുഖമായിട്ടാണ് പറഞ്ഞത്. ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം, ഇപ്പൊ ലോജിക്കലി ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന, ഞാൻ പറഞ്ഞ ആ ഒരു ലെഫ്റ്റ് ബ്രെയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ പസിൽസ്, അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ബ്രെയിൻ ഗെയിംസ് ഉണ്ടാകും. ബ്രെയിൻ ഗെയിംസ് മീൻസ് നമുക്ക് ഏതെങ്കിലും മിസ്സിംഗ് പാർട്സ് ഫില്ല് ചെയ്യുന്നതോ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസറിലേക്ക് വരേണ്ട കാര്യങ്ങളോ, ഇപ്പോൾ റുബിക്സ് ക്യൂബ് പോലുള്ള കാര്യങ്ങളോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ബ്രെയിനിന് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ആക്ടിവേഷൻ ബ്രെയിനിന് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ടിസ്റ്റിക് ടൈപ്പ് ആയിട്ടുള്ള ആളുകൾ, റൈറ്റ് ബ്രെയിൻ ഓറിയന്റഡ് എന്ന് പറയപ്പെടുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ കവിതകൾ എഴുതുക, കഥകൾ എഴുതുക, ചിത്രങ്ങൾ വരയ്ക്കുക, ഇമാജിനേഷനെ എൻഹാൻസ് ചെയ്യുന്ന തരത്തിലുള്ള ഡയറീസ്, ജേണൽസ്, സംസാരങ്ങള്, വീഡിയോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാവുന്നതാണ്. അവർക്ക് അവരുടെ ബ്രെയിനിന് എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഏത് പേഴ്സണാലിറ്റി ടൈപ്പ് ആണെങ്കിലും ഏത് തരത്തിലുള്ള ചിന്താശേഷിയുള്ള ആളാണെങ്കിലും നിങ്ങളുടെ ബ്രെയിനിനെ എന്റർടൈൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക. ബ്രെയിൻ എന്റർടൈൻമെന്റ് കൊടുത്തോണ്ടിരിക്കണം. ഇപ്പൊ നമ്മൾ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വ്യായാമം ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഫിറ്റ്നസ് കിട്ടാറുള്ളൂ. അപ്പൊ നമ്മളെ ബ്രെയിനിനും തീർച്ചയായിട്ടും ഈ കാര്യം കിട്ടേണ്ടതുണ്ട്. അപ്പൊ ആ രീതിയിൽ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രണ്ട് തരത്തിൽ വായന ശീലമാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് ചിലർ എല്ലാ ദിവസവും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വായനയായിരിക്കും. അതായത് അവർ പഠിക്കുന്ന പുസ്തകം അതിന്റെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ ഓർഡർ ആയിട്ട് വായിച്ചു പോകാൻ അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ പത്രങ്ങളായാലും മറ്റെന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളായാലും അവർക്കൊരു ഓർഡർ ഉണ്ടായിരിക്കും വായനയിൽ. എന്താണ് എനിക്ക് വേണ്ടത്, എനിക്ക് വേണ്ടതിനെ വായിച്ച് പിടിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അതിനെ ഞാനൊരു ഓർഗനൈസ്ഡ് റീഡിംഗ് എന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ ചില ആളുകളുണ്ട് ജൈവ വായനക്കാര്. അതായത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ വായിക്കുള്ളൂ. അവർക്ക് വേണ്ടതാണെങ്കിലും അവർ ചിലപ്പോൾ ഗൗനിക്കുകയല്ല. അവർക്ക് ഇഷ്ടമുള്ള കാര്യത്തിനെ കുറിച്ച് കൂടുതൽ വായിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തിക്ക് ഏൻഷ്യന്റ് ഹിസ്റ്ററിയാണ് ഇഷ്ടമെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യം എവിടെ കണ്ടാലും അവരങ്ങനെ വായിച്ചു പോകും. ചിലപ്പോൾ അവർക്ക് കാര്യങ്ങൾ അറിയായിരിക്കും. ഇതൊക്കെ എവിടെ വായിച്ചതെന്ന് ചിലപ്പോൾ അവർക്ക് ബോധം ഉണ്ടാവില്ല. അപ്പോൾ ഈ ആദ്യത്തെ ടൈപ്പുകാരെ സംബന്ധിച്ച് അങ്ങനെയല്ല. എവിടെ വായിച്ചു, ഏത് സോഴ്സിൽ, ഏത് പുസ്തകത്തിൽ, ഏത് പേജിൽ, റെഫറൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പം ഇത് രണ്ടും രണ്ട് രീതിയാണ്. ഇവിടെയും ബ്രെയിനിന് ഒരു എന്റർടൈൻമെന്റ് ആണ് കൊടുക്കുന്നത്. നമ്മുടെ ബ്രെയിനിന് വേണ്ട ഒരു ഇന്ധനം, നമ്മുടെ ബ്രെയിൻ എന്തിനോ ദാഹിച്ചിരിക്കുമ്പം അതിന് വേണ്ട കാര്യം ഓർഗനൈസ്ഡ് ആയിട്ടോ അല്ലാതെയോ കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡ് ആയിട്ടുള്ള റീഡിങ് ആവശ്യമാണ്. അതൊരു ഓർഗനൈസ്ഡ് മെത്തേഡിലായാലും ശരി അല്ലാതെ ആയാലും ശരി, നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ട കാര്യങ്ങളെ പിക്ക് ചെയ്തെടുക്കാൻ പാകത്തിനാണ് ക്രിയേറ്റർ ഈ ഹാർഡ്വെയർ സൃഷ്ടിച്ചിട്ട് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വായിക്കുക. അടുത്ത കാര്യം എന്നത് ബീയിങ് ഹിയർ ആൻഡ് നൗ ആണ്. അതായത് നമ്മൾ ഇവിടെ ആയിരിക്കുക. പല ആളുകളും, പണ്ട് എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകൻ ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഇവിടെ ഒന്നും അല്ല, എവിടെയാണ് മെന്റലി ആബ്സെന്റ് ഫിസിക്കലി പ്രസന്റ്? അതിപ്പോഴും എന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ഡയലോഗാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പം അദ്ദേഹം ഈ വീഡിയോ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മെന്റലി ആബ്സെന്റ് ഫിസിക്കലി പ്രസന്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതായത് മാനസികമായിട്ട് ഇവിടെ ഇല്ല, ബോഡി മാത്രമേ ഇവിടെ ഇരിക്കുന്നുള്ളൂ. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹിയർ ആൻഡ് നൗ പ്രസന്റിലായിരിക്കാനായിട്ട് സാധിക്കും.
അപ്പൊ അതിന്റെ മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാനത് മറ്റു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ മെഡിറ്റേഷൻ പല രീതിയിലുണ്ട്. ഞാനിവിടെ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ബീയിങ് ഹിയർ ആൻഡ് നൗ. നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ കേട്ടിരിക്കുകയാണ്, വായിക്കുന്ന സമയത്തായാലും നമ്മളൊരു വീഡിയോ കാണുന്ന സമയത്തായാലും നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഫോക്കസ് ഇല്ല. പക്ഷെ വേറൊരു രസകരമായ വിരോധാഭാസവും കൂടിയുണ്ട്. ഒരു നല്ല ശ്രോതാവ് എപ്പോഴും മറ്റെന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയായിരിക്കുമെന്ന്. അതെന്താണത്? നമ്മൾ കേൾക്കുന്ന കാര്യത്തിന്റെ റീഡിങ് ബിറ്റ്വീൻ ലൈൻസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ഇവിടെ ആനയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഹെലികോപ്റ്ററിനെ കുറിച്ച് ഓർത്തിരിക്കുന്ന അവസ്ഥയല്ല ഉദ്ദേശിച്ചത്. റീഡിങ് ബിറ്റ്വീൻ ലൈൻസ്. ഈ പ്രസന്റിലായിരുന്നാൽ നമുക്ക് ആ ലൈനിന്റെ ഗ്യാപ്പുകളിലൂടെ എഴുത്തുകാരൻ പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ്സ് എ കൈൻഡ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നെസ് ആണ്. കുറച്ചുകൂടെ അവയർനെസ് ഇൻക്രീസ് ചെയ്യുവാണ്, ക്ലാരിറ്റിയോടെ കാര്യങ്ങൾ കാണാൻ പറ്റുകയാണ്. മൈൻഡ്ഫുൾനെസിന്റെ ഒരു റിസൾട്ടാണിത്. കാരണം നമ്മൾ ഇവിടെയാണ് ഇപ്പോഴുള്ളത്. യു ആർ ഹിയർ, യു ആർ നൗ, യു ആർ ഇൻ പ്രസന്റ്. നാം ഭൂതത്തിലോ ഭാവിയിലോ അല്ല, വർത്തമാനത്തിലാണുള്ളത്. സയന്റിഫിക്കലി വളരെ ഒത്തിരി സപ്പോർട്ടിംഗ് ഡാറ്റയുള്ള ഒരു കാര്യമാണ് ഫിസിക്കൽ എക്സസൈസിന്റെ ഉപകാരം എന്ന് പറയുന്നത്. ഇപ്പൊ തലച്ചോറിന് മാത്രം നമ്മൾ പ്രവർത്തനം കൊടുത്തത് കൊണ്ട് കാര്യമില്ല. അതിലേക്ക് വേണ്ട കാര്യങ്ങൾ, ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്ലഡ് ഫ്ലോ ആയാലും മറ്റു രീതിയിലുള്ള പാർട്ടിക്കിൾസ് ആയാലും ഒക്കെ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ എക്സസൈസ് വേണം. അപ്പൊ ശരീരത്തിൽ രക്തചംക്രമണം കൃത്യമായിട്ട് നടക്കുകയും ഭക്ഷണം, വെള്ളം ഇതെല്ലാം കൃത്യമായിട്ട് പോകേണ്ട കാര്യങ്ങളാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളും നമ്മൾ ഒരുപാട് വീഡിയോകളിൽ വളരെയധികം വിശദീകരിച്ചിട്ടുള്ളതും ആയതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല, അടുത്തതിലേക്ക് പോവുകയാണ്. ഏത് മേഖലയിലായാലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഇന്നത്തെ കോമ്പറ്റേറ്റീവ് വേൾഡിന് ആവശ്യമുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളുടെ ബ്രെയിനും, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പുതിയ സ്കിൽസ് എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആണെങ്കിൽ നിങ്ങൾ C++ഓ അല്ലെങ്കിൽ വിഷ്വൽ ബേസിക്കോ ഒക്കെ പണ്ട് പഠിച്ചതിനപ്പുറത്തേക്ക് പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിലേക്ക് വരുന്നത്, അത് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഏത് മേഖലയിലായാലും അങ്ങനെ തന്നെയാണ്. സാഹിത്യമായാലും മനഃശാസ്ത്രമായാലും ആത്മീയതയായാലും എന്തെന്ത് കാര്യങ്ങളാണ് പുതിയ പുതിയ സ്കില്ലുകൾ, ഇവിടെ നേരത്തെ പറഞ്ഞ പോലത്തെ നോളജ് മാത്രമല്ല, സ്കില്ലുകൾ നമ്മളിലേക്ക് അറ്റൈൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റിക്കൊണ്ടിരിക്കണം. ഇത് നമ്മുടെ ബൗദ്ധിക ശേഷിയെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നേരത്തെ എക്സസൈസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. ബ്രെയിൻ ഫുഡ്സ് ഉണ്ട്. പക്ഷേ ഈ ബ്രെയിൻ ഫുഡ്സ് മാത്രം കഴിച്ചുകൊണ്ട് കാര്യമില്ല. ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ദോഷം അനുസരിച്ച് അതിനനുസരിച്ചിട്ടുള്ള ഡയറ്റ് എന്താണെന്ന് കണ്ടെത്തി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് ബൗദ്ധിക ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. ഇനിയുള്ളത് ഈ എക്സസൈസും ഭക്ഷണവും ഈ കാര്യങ്ങൾക്കും ഒക്കെ അപ്പുറം നമ്മൾ ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ പോരാ. റിലാക്സേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിലാക്സേഷൻ എന്ന് പറയുമ്പോൾ മെഡിറ്റേഷൻ, അതുപോലെ സ്ലീപ്പ് കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. വേറൊരു വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്നുണ്ട് എപ്പോഴും ഉറങ്ങണം, അതിന്റെ കാര്യങ്ങളൊക്കെ. വേറെ ഒരു വീഡിയോയിലല്ല, പല വീഡിയോകളിലായിട്ട് നമ്മൾ മെൻഷൻ ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാവും. എത്ര നേരം ഉറങ്ങണം, ഏത് സമയത്ത് ഉറങ്ങണം, എപ്പോഴാണ് ഉണരേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഉറക്കം ഒരു 7 to 9 hours എന്നുള്ള കാര്യം, അത് രാത്രി 11 മണി തൊട്ട് 3 മണി വരെയുള്ള എന്തായാലും ഉറക്കം കിട്ടിയിരിക്കണം എന്നുള്ള കാര്യം, ഡീറ്റോക്സിഫിക്കേഷൻ, ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഇനഫായിട്ട് ആവശ്യത്തിനുള്ള ഉറക്കം കൊടുക്കണം. ഉറക്കളച്ചിരുന്ന് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അത് നമ്മളെ മെമ്മറി, കൊഗ്നിറ്റീവ് ഫംഗ്ഷൻ, അതുപോലെ തന്നെ സോഷ്യൽ ഇന്ററാക്ഷനെ ഒക്കെ അത് വളരെയധികം മോശമായ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സോഷ്യലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ. ഇത് രണ്ട് തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഇൻട്രോവേർട്സ് ആണെങ്കിൽ ഒരുപാട് സോഷ്യലൈസേഷൻ താല്പര്യം ഉണ്ടായിരിക്കില്ല, അത് അവർക്ക് സ്ട്രെസ്ഫുൾ ആയിരിക്കും. എക്സ്ട്രോവേർട്സ് ആണെങ്കിൽ അത് ഇല്ലെങ്കിലാണ് പ്രശ്നം. അപ്പൊ നിങ്ങൾ ഇൻട്രോവേർട്സ് ആണെങ്കിൽ അത് റെഗുലേറ്റ് ആയിട്ട് ചെയ്യുക, എക്സ്ട്രോവേർട്സ് ആണെങ്കിൽ അവർക്ക് അത് ആവശ്യമായിട്ട് തോന്നുന്ന അത്രയും ചെയ്യുക. അത് അലഞ്ഞു നടക്കുന്ന കാര്യമല്ല. പ്രൊഡക്റ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ, സമൂഹവുമായിട്ട് ഇടപെട്ടുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ഇന്റർപേഴ്സണൽ സ്കില്ലും അതുപോലെ ഇൻട്രാപേഴ്സണൽ സ്കില്ലും ഒക്കെ വർദ്ധിപ്പിക്കും. നമ്മൾ എത്ര കണ്ട് വായിച്ചാലും എത്ര കണ്ട് അറിവ് സമ്പാദിച്ചാലും നമ്മൾ മനുഷ്യനുമായിട്ട് ഇടപെടുന്ന സമയത്ത് കിട്ടുന്ന എക്സ്പീരിയൻഷ്യൽ നോളജ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് എന്നുള്ളതും കൂടി ഓർക്കുക. കാരണം നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു നവയുഗ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ്. സോ ലെറ്റ്സ് ബിൽഡ് ദ ന്യൂ വേൾഡ്. നമസ്തേ.